വയനാട് കള്ളാടിയിൽ മണ്ണിടിച്ചിൽ ദുരന്തമുണ്ടായി 24 മണിക്കൂറിനിപ്പുറവും കാണാതായവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. മീനാക്ഷി പുഴയിൽ ഒഴുകിക്കൂടിയതും മഴ ശക്തമായി പെയ്തതും പ്രതിസന്ധിയാകുന്നുണ്ട്. അപകടം നടന്ന പ്രദേശത്ത് നിന്ന് ചെളിയും മണ്ണും കുത്തിയൊലിച്ചെത്തുന്നുണ്ട്. സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാണ് 5 പേർക്ക് വേണ്ടിയുള്ള ഇന്നത്തെ തിരച്ചിൽ പുരോഗമിക്കുന്നത്. 4 സോണുകളായി തിരിച്ചാണ് രക്ഷാപ്രവർത്തനം. മന്ത്രിമാരായ ടി സിദ്ദിഖും കെ പി അനിൽകുമാറും ദുരന്തമുഖത്ത് നേരിട്ടെത്തിയാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത്. ചികിത്സയിലുള്ള 7 പേരുടെ നില തൃപ്തികരമാണ്. അപകടത്തിൽ മരിച്ച 3 പേരുടെ മൃതദേഹങ്ങൾ ഇന്നു തന്നെ നാട്ടിലേക്ക് എത്തിക്കും. വളരെ ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തിലൂടെ കടന്നു പോവുക. അപ്പോൾ പഞ്ചായത്ത് മെമ്പർമാരും പഞ്ചായത്ത് ഭരണസമിതിയും എല്ലാവരും ഒന്നിച്ച് ഇത് വളരെ വിഷമകരമായിട്ടുള്ള ഈ ഘട്ടം ചർച്ച ചെയ്യുകയാണ്. അപ്പോൾ അതിൽ ശാസ്ത്രീയമായിട്ടുള്ള എന്ത് പഠനം ഈ കാര്യത്തിൽ നടക്കണം എന്നുള്ളത് സർക്കാർ തലത്തിൽ പരിശോധനയ്ക്ക് വിധേയമാണ്. ചൂരൽമല ഭാഗത്ത് ഡോക്ടറുടെയും അതുപോലെ നേഴ്സസിൻ്റെയും മെഡിസിൻ്റെയും സൗകര്യത്തോടു കൂടി സബ് സെൻ്റർ ഈ മഴ കഴിയുന്നത് വരെ ക്രമീകരിക്കാനുള്ള തീരുമാനമെടുക്കുകയാണ്. അത് DMOക്ക് ഇന്ന് തന്നെ നിർദ്ദേശം കൊടുക്കും. ഇപ്പോൾ പല സമയത്തും പോളിടെക്നിക് ആണെങ്കിൽ സ്കൂളുകളാണെങ്കിലും അവിടേക്ക് മാറ്റുമ്പോൾ കുട്ടികളുടെ അധ്യയനം തടസ്സപ്പെടുന്നത് ഒഴിവാക്കാൻ പെർമനന്റ് ഷെൽട്ടർ ഹോം വേണം എന്നുള്ളതായ ആവശ്യം അത് നേരത്തെ അംഗീകരിക്കപ്പെട്ടതാണ്. അതിൻ്റെ സ്ഥലത്തിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഇന്ന് തന്നെ ജില്ലാ കലക്ടറെ ഈ കാര്യത്തിൽ സ്ഥലം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഏകോപന പ്രവർത്തനങ്ങൾക്ക് ചുമതലപ്പെടുത്തും. അർജുൻ കല്യാട് വിവരങ്ങളുമായി ചേരുകയാണ്. അർജുൻ, 24 മണിക്കൂർ പിന്നിടുമ്പോഴും അവിടെ പരിശോധന തുടരുകയാണ്. കൂടുതൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള പരിശോധനകളാണ് തുടരുന്നത്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? മധു, തീർച്ചയായിട്ടും ഈ അപകടം നടന്ന 24 മണിക്കൂർ പിന്നിടുമ്പോഴും കാണാതായ 5 പേരെ കണ്ടെത്താൻ വേണ്ടി ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ശാസ്ത്രീയമായിട്ടുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനകൾ നടക്കുകയാണ്. കടാവർ ഡോഗ് ഉൾപ്പെടെയുള്ളവർ ഇന്നും ഈ മണ്ണ് ഇടിഞ്ഞു വീണ സ്ഥലത്തേക്ക് പരിശോധന നടത്തുന്നുണ്ട്. അതിന് പുറമെ ഹിറ്റാച്ചി ഉപയോഗിച്ചുകൊണ്ടുള്ള മണ്ണ് നീക്കുക അത് ദ്രുതഗതിയിൽ നടത്താൻ ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ രാവിലെ തന്നെ മന്ത്രിമാർ ഉൾപ്പെടെ സംഭവ സ്ഥലത്തേക്ക് എത്തി നിർദ്ദേശം നൽകിയതുമാണ്. പക്ഷേ കടുത്ത മഴയാണ് ഇടവിട്ടുകൊണ്ട് പെയ്യുന്നത്. അത് വലിയ രീതിയിൽ വെല്ലുവിളിയാവുന്നുണ്ട്. നമുക്ക് ഇവിടെയുള്ള ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ മതിയാകും. ഈ അപകടം നടന്ന ഈ മണ്ണിടിച്ചിലുണ്ടായ ആ ഭാഗത്തുൾപ്പെടെ അല്പസമയം മുൻപ് പെയ്തിട്ടുള്ള ശക്തമായ മഴയ്ക്ക് ശേഷം വെള്ളം കുത്തിയൊലിച്ച് താഴെ ഭാഗത്തേക്ക് എത്തുന്നത് വലിയ രീതിയിലുള്ള പ്രയാസമാണ് ഉണ്ടാക്കുന്നത്. താഴെ ഭാഗത്ത് ഹിറ്റാച്ചി ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ആ ഹിറ്റാച്ചി നിൽക്കുന്ന അളവിന് മുകളിൽ എത്രയോ മുകളിലാണ് മണ്ണ് വന്നടിഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും അത്രയും വലിയ അളവിൽ മണ്ണുള്ളത് കൊണ്ട് തന്നെ അത് നീക്കുക പ്രയാസമല്ല. സാധാരണ രീതിയിൽ ഹിറ്റാച്ചി ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് JCBയും ഹിറ്റാച്ചികളും ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്യാവുന്നതാണ്. പക്ഷേ ശക്തമായ രീതിയിൽ മഴ പെയ്യുമ്പോൾ ഈ ഹിറ്റാച്ചി ഉപയോഗിച്ചുകൊണ്ട് താഴെ ഭാഗത്തുനിന്ന് മണ്ണ് നീക്കം ചെയ്യുമ്പോൾ മുകളിലെ ഭാഗത്തുനിന്നും മണ്ണ് ഇടിഞ്ഞ് താഴേക്ക് വീഴുന്നത് വലിയ രീതിയിലുള്ള ഒരു പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട്. എന്തായാലും ആ തരത്തിൽ വലിയ പ്രതിസന്ധിയാണ് ഇവിടെ രൂപപ്പെട്ട് വരുന്നത്. പക്ഷേ ആ പ്രതിസന്ധി മറികടന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ഇന്ന് നമുക്കറിയാവുന്നതുപോലെ തന്നെ 4 സോണുകളായി തിരിച്ചുകൊണ്ട് ഒരു സോണിലുള്ള ഈ പറയുന്ന സംഘത്തിലുണ്ടായിരുന്നവർ പുഴ കേന്ദ്രീകരിച്ചുകൊണ്ട് പരിശോധന നടത്തുന്നു. മണ്ണ് നീക്കുന്ന ഒരു സംഘം ഇതിൻ്റെ 2 ഭാഗങ്ങളിലായി നടത്തുന്നു. അതോടൊപ്പം തന്നെ മറ്റ് ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ മണ്ണ് വീണിട്ടുള്ള റോഡ് ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയും അങ്ങനെ 4 സോണുകളായി തിരിച്ചുകൊണ്ടാണ് പരിശോധന നടത്തുന്നത്. എന്നാൽ ഈ ഘട്ടത്തിലും ഈ കാണാതായിട്ടുള്ള 5 പേരിൽ ആരെപ്പോലും കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറെ സങ്കടകരമായ കാര്യം. രക്ഷാപ്രവർത്തനം കാര്യക്ഷമമായി നടക്കുമ്പോൾ പോലും ആ രക്ഷാപ്രവർത്തനത്തിന് ഫലം ഉണ്ടാവുന്നില്ല എന്നത് ഏറെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. എന്തായാലും തീവ്രമായ ഒരു ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടേയിരിക്കുന്നത്. നമുക്ക് ഒരു ഭാഗത്തെ ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി കഴിയും. ഈ ഫയർഫോഴ്സിൻ്റെയും അതുപോലെ തന്നെ പോലീസിൻ്റെയും പ്രവർത്തകരോടൊപ്പം തന്നെ സന്നദ്ധ പ്രവർത്തകരായിട്ടുള്ള ഒട്ടേറെ പേർ ഈ പ്രവർത്തനത്തിന്റെ ഭാഗമായി പങ്കെടുക്കുന്നതിന് വേണ്ടി ഈ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അതിൽ അങ്ങനെ സംയുക്തമായ പരിശ്രമം 24 മണിക്കൂറിന് ശേഷവും തുടരുകയാണ്. കണ്ടെത്താനുള്ളത് 5 പേരെയാണ്.